ഹലോ, എന്ത് പറ്റി? എടാ, ഫുള്ള് പൈസ കൊടുത്തോ? പക്ഷെ അങ്ങനെ കൊടുക്കരുത്, അതാണ് ആ പ്രശ്നം. അതായത് നിങ്ങളിപ്പോൾ ഒരു ഏജൻറ്റ്, ട്രാവൽ ഏജൻ്റ് ആവട്ടെ, ഇപ്പോൾ നമ്മളൊരു ട്രാവൽ ഏജൻസി നടത്തുന്ന ആളാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഇങ്ങനത്തെ കോളുകൾ വരാറുണ്ട്. അതായത് ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് നമ്മൾ ടാക്സി എടുത്ത് വിടുമ്പോൾ, അപ്പോൾ നമ്മളെ സ്വന്തം പാക്കേജ് എടുത്ത് പോകുമ്പോഴല്ല, നമ്മൾ ആർക്കെങ്കിലും കോൺടാക്റ്റ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും നമ്പേഴ്സിന് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇങ്ങനത്തെ കോളുകൾ എങ്ങനെയാണോ, ഡ്രൈവർ ചീറ്റ് ചെയ്തു, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെ വണ്ടി നിർത്തുള്ളൂ, കമ്മീഷൻ്റെ പിന്നാലെ പോകുന്ന ആളുകളെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുകയാണെങ്കിലും അവർ കുറച്ചൊക്കെ ഒരു ഇതുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയിടുക, അല്ലെങ്കിൽ പകുതി വെക്കുന്ന ഇനി വണ്ടി പോകില്ല, ബാക്കി പൈസ തരണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഞാൻ ഈ പറഞ്ഞ സന്ദർഭം, നമ്മൾ ജമ്മു താവിയിലെത്തി, നമ്മളൊരു പാക്കേജോ അല്ലെങ്കിൽ വേറെ പ്ലാനുകളൊന്നും ഇല്ലാതെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് 2 മാർഗ്ഗമാണ്. ഒന്ന്, ഉദംപൂർ വരെ നമുക്ക് ട്രെയിനിന് പോകാം. ഉദംപൂരിൽ നിന്ന് പിന്നെ ബനിഹാൽ വരെ നമ്മൾ ഷെയർ ടാക്സിക്ക് ഒരു 3 മണിക്കൂർ പോയിട്ട് പിന്നെ ബനിഹാലിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകണം. അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ജമ്മു തവിയിൽ നിന്ന് നേരെ ശ്രീനഗറിലേക്ക് ടാക്സി എടുത്ത് പോവുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ടാക്സി കൗണ്ടറിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് ടാക്സി ബുക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഫുൾ പേയ്മെൻറ്റ് ഒരിക്കലും കൊടുക്കരുത്. കാരണം 100-ൽ 99% ഡ്രൈവേഴ്സും നമ്മളെ പറ്റിക്കും. 100-ക്ക് 101% ഉറപ്പാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നിങ്ങളൊരു പാക്കേജ് എടുത്തിട്ട് കാശ്മീരിലേക്ക് പോയി, പിന്നെ നിങ്ങൾ ആ ഒരു ഡ്രൈവറായിട്ട് നല്ല കണക്ഷനും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഡ്രൈവർ എന്ത് ചെയ്യും? അടുത്ത പാക്കേജ് എടുക്കുമ്പോൾ പാക്കേജ് എടുക്കണ്ട, ഇതിലേറെ ചെറിയ പൈസക്ക് എന്ത് ചെയ്യുക? വണ്ടി, റൂം, കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരാവേണ്ടതാവും. 100% ഉറപ്പിച്ചോളി, അവർ കാശ്മീരി ആയിരിക്കും. നിങ്ങൾ പാക്കേജ് എടുത്ത് പോയി ചിലപ്പോൾ ഒരു മലയാളീസിൻ്റെ ആരെങ്കിലും പാക്കേജ് എടുത്ത് പോയിരിക്കും. അവിടെ ആ ഒരു ഡീലുണ്ടല്ലോ, ഇന്നർ ഡീല്, അടുത്ത തവണ നിങ്ങൾക്ക് പൈസ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രൈവറെ ഡയറക്റ്റ് ഡീൽ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അവർ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വേറെ ആരും ഉണ്ടാവില്ല ചോദിക്കാനോ, അല്ലെങ്കിൽ എവിടെയും പോയി കഴിഞ്ഞാൽ ഓരെന്ത് ചെയ്യും? ഓരോ സ്ഥലങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് അതൊക്കെ പറഞ്ഞിട്ട് ചീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സംഭവം സൂക്ഷിക്കുക. എങ്ങനെ പാക്കേജ് എടുത്ത് വരികയാണെങ്കിലും ഫാമിലി ആയിട്ടോ ഇനി ഫ്രണ്ട്സ് ആവട്ടെ, നിങ്ങൾ ഒതൻറ്റിക്കായിട്ട് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തിരിച്ചു വിട്ട് പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ ഒറ്റത്തടിയല്ല, ഫാമിലി ആയിട്ടോ കൂട്ടുകാരോ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ നല്ല രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് വണ്ടി ആവട്ടെ, റൂമാവട്ടെ, എന്ത് സാധനമാവട്ടെ, അവർ ത്രൂ ചെയ്യുക. ഏറിപ്പോയി കഴിഞ്ഞാൽ 1000-1500 റുപ്യേൻ്റെ മാറ്റം ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ സേഫ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെ സൂക്ഷിക്കുക. എന്തായാലും യാത്രകൾ മനോഹരമാകട്ടെ.